ഹലോ മക്കളെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ സൊല്യൂഷൻ എന്നതാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? എന്താണ് സൊല്യൂഷൻസ് എന്നുള്ള കാര്യം പറഞ്ഞു. സൊല്യൂഷനിൽ എന്തൊക്കെയാണ് കാണുന്നത്, സൊല്യൂട്ട്, സോൾവെന്റ് എന്ന പോലെയുള്ള കുറെ കമ്പോണൻസ് നമ്മൾ കാണുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡിഫറെന്റ് സോൾവെന്റ്സ് എന്താണ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു അല്ലെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും ബേസിസിൽ നമ്മൾ എങ്ങനെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷനെ കുറിച്ച് പഠിക്കുക, അല്ലെങ്കിൽ അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അറിയേണ്ടത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സൊല്യൂട്ട് നമ്മൾ എടുത്തു, അത് ഒരു സോൾവെന്റിലോട്ട് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സൊല്യൂഷൻ എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്, എത്രത്തോളമാണ് മിക്സ് ചെയ്യുന്നത്, എത്രത്തോളം അതിനകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് എന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് ആദ്യം തന്നെ ഒരു എക്സാമ്പിളിലോട്ട് പോവാം. അതായത് നമ്മൾ 2 ബീക്കർ എടുത്തു. ഓക്കെ, 2 ബീക്കർ എടുത്തു, അതിനകത്തോട്ട് നമ്മൾ വാട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. വാട്ടർ, ഓക്കെ, എന്നിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു, 2 ബീക്കർ ഫുൾ ഓഫ് വാട്ടർ നമ്മൾ എടുത്തു. അതിനകത്ത് നമ്മൾ ഒരു 1 to 2 ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു രണ്ടാമത്തെ ബീക്കർ എടുത്തു, അതിനകത്തും ഫുൾ വാട്ടർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കൂടുതൽ, നേരത്തെ എടുത്ത 1 to 2 ക്രിസ്റ്റൽസിൽ കൂടുതലായിട്ട് 5 to 6 ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ അവിടെ കാണിക്കുന്നത് എന്താ, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു കളർ ചേഞ്ച് ആണ് ഉണ്ടാവുന്നത്, ഒരു പിങ്കിഷ് കളർ ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് പറയാം, പതിമുഖമൊക്കെ ഇട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് അല്ലെ. നല്ലൊരു പിങ്ക് ഷെയ്ഡിലുള്ള വെള്ളം നമ്മൾ കുടിക്കാറില്ലേ. അതിൽ നമ്മൾ കുറച്ച് പൊടി ഇടുമ്പോഴും കുറച്ചധികം പൊടി ഇടുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും, നല്ല കളറായിരിക്കും അല്ലെ. ചിലതിൽ എന്തായിരിക്കും, നമ്മൾ കുറച്ചിട്ടതിൽ കുറച്ച് കളറും, അതുപോലെ തന്നെ കുറെ ഇട്ടതിൽ നല്ല പിങ്കിഷ് ഷെയ്ഡും നമുക്ക് കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ ടാങ്ക് ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ജ്യൂസ് ഒക്കെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മാത്രം പൗഡർ ഇട്ടതാണെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും, അത് ഒരു കുറച്ച് കളറും കുറവായിരിക്കും, അതുപോലെ തന്നെ അതിന്റെ ഒരു കൺസിസ്റ്റൻസിയും കുറവായിരിക്കും അല്ലെ. പക്ഷെ കുറെ കൂടുതൽ നമ്മൾ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിന്റെ കളർ നല്ല ഡാർക്ക് കളർ ആയിട്ടുണ്ടാവും, അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയും കൂടിയിട്ടുണ്ടാവും. ഇതന്നെയാണ് നമ്മുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ കെമിസ്ട്രിയിൽ പറയുന്നതാണ്. ഒരു ബീക്കറിൽ നമ്മൾ 2 or 3 ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇട്ടപ്പോൾ അവിടെ കളർ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. 5 to 6 ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഇട്ടപ്പോൾ അവിടെയും ഒരു കളർ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ 2 to 3 ഇട്ടപ്പോൾ ഉള്ള കളർ അല്ല 5 to 6 ഇട്ടപ്പോൾ ഉള്ളത്. കുറച്ചുകൂടി ഇന്റൻസിറ്റി ഇവിടെ 5 to 6 കൂടിയിട്ടുണ്ടാവും അല്ലെ. അതായത് പതിമുഖം കൂടുതൽ ഇട്ട പൗഡർ വെള്ളത്തിനകത്ത് കളർ ഇന്റൻസിറ്റി കൂടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ടാങ്ക് കലക്കിയ നമ്മൾ വെള്ളത്തിനകത്ത് കൂടുതൽ പൗഡർ ഇട്ടതിനകത്ത് കൂടുതൽ കളർ ഉണ്ടാവും. ഇതൊക്കെ തന്നെയാണ് എക്സാമ്പിൾ. അപ്പൊ അതിന്റെ ബേസിസിൽ നമുക്ക് സൊല്യൂഷനെ ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് തിരിക്കാം. ഈ കളർ ഡിഫറൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്, നമ്മൾ എത്രയാണ് ആ കോൺസെൻട്രേഷൻ ഉപയോഗിച്ചത്, നമ്മൾ എത്രയാണ് ആ പൗഡർ ആഡ് അതിനനുസരിച്ചാണ്, അല്ലെങ്കിൽ നമ്മൾ എത്രയാണോ ഈ പറയുന്ന ഒരു സോൾവെന്റിലോട്ട് ആഡ് ചെയ്തത് അതിന്റെ ബേസിസിലാണ് നമുക്ക് കിട്ടുന്ന ഒരു സൊല്യൂഷന്റെ കളർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ, അതിനെ നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ എന്ന് പറയാം. ആരുടെ കോൺസെൻട്രേഷനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്? നമ്മൾ പറഞ്ഞു, ഒരു ബീക്കറിനകത്തേക്ക് നമ്മൾ എന്താണ് ആഡ് ചെയ്തത്, വാട്ടർ ആണ് ആഡ് ചെയ്തത് അല്ലെ മക്കളെ. വാട്ടർ ആയിരുന്നു, 2 ബീക്കറിലും ഈക്വൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ് ആഡ് ഉണ്ടായിരുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് 2 to 3 ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റും ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് 5 to 6 ക്രിസ്റ്റൽസ് ഓഫ് പൊട്ടാസ്യം പെർമാഗ്നേറ്റും ആണ് ഉപയോഗിച്ചത്. ഈ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, സൊല്യൂട്ട് ആണ്. വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, സോൾവെന്റ് ആണ്. അപ്പൊ നമ്മൾ എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത് അതിനനുസരിച്ചാണ് ഇവിടത്തെ കളർ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇവിടത്തെ ഇന്റൻസിറ്റി ഓഫ് ദ കളർ എന്ന് പറയുന്നത് ആരെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്, നമ്മൾ ഇവിടെ ആഡ് ചെയ്ത ഈ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷനെ ബേസ് ചെയ്തിരിക്കുന്നു.
ക്ലിയർ ആണോ? കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മോൾ പ്രസന്റ് ആണ്, എത്ര നമ്പർ ഓഫ് മോൾസ് പ്രസന്റ് ആണ് ആ സൊല്യൂഷനിൽ, അതാണ് അതിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ദ കോൺസെൻട്രേഷൻ ഓഫ് എ സൊല്യൂഷൻ റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ദ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ദ സോൾവെന്റ്. ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് സോൾവെന്റിനകത്ത് എത്ര എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ആൻ കോൺസെൻട്രേഷൻ. Okay, so that solution, a small amount of solute is known as a dilute solution, and the one which contains a larger amount of the solute is known as a concentrated solution. ഇതിനകത്ത് കുറച്ച് മാത്രം കാണുന്ന സൊല്യൂട്ടിനെ അത് ഡിസോൾവ് ചെയ്യുന്ന സോൾവെന്റും കൂടെ ചേർന്നുണ്ടാവുന്ന ആ സൊല്യൂഷനെ നമുക്ക് എന്ത് പറയാം? ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയാം. കുറച്ച് മാത്രമേ അവിടെ എന്ത് കാണുന്നുള്ളൂ? സൊല്യൂട്ട് കാണുന്നുള്ളൂ. അങ്ങനെയുള്ള സൊല്യൂഷനെ നമ്മൾ ഡൈല്യൂട്ട് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നു. ബട്ട് ഇവിടെ ഇൻ ദിസ് കേസ് നമുക്ക് എന്ത് പറയാം? ഇവിടുത്തെ സൊല്യൂട്ട് എന്ന് പറയുന്നത് 5 to 6 ക്രിസ്റ്റൽസ് ഓഫ് സൊല്യൂട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ലാർജ് നമ്പർ ഓഫ് സൊല്യൂട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് in the same amount of the solvent. So this we can say that it is an concentrated solution. എന്താണ് മക്കളെ? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. അപ്പൊ ഒരു സൊല്യൂഷനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആൻഡ് ദ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ഇൻ ദ ഡൈല്യൂട്ട് സൊല്യൂഷൻ the solute will be lesser in quantity, and in the concentrated solution the solute will be in the large quantity. എന്നത് നമുക്ക് ക്ലിയർ ആണ്. സെറ്റാണോ? അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ് മക്കളെ? കോൺസെൻട്രേഷന്റെ ബേസിസിൽ നമുക്കൊരു സൊല്യൂഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ദ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആൻഡ് ദ അതർ വൺ ഈസ് ദ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ഡൈല്യൂട്ട് സൊല്യൂഷൻ ഈസ് ദി solution that contain a small amount of solute, and the concentrated solution is the solution that contains a large amount of the solute. Clear ആണോ മക്കളെ? ക്ലിയർ ആണോ? സ്മോൾ എമൗണ്ട് ഓഫ് സൊല്യൂട്ടും കാണുന്നുണ്ട്, ഇവിടെ ആണെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് സൊല്യൂട്ടും കാണുന്നുണ്ട്. അതിനെയാണ് നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഡൈല്യൂട്ട് സൊല്യൂഷൻ ആൻഡ് ദ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. സൊല്യൂഷൻ നമ്മൾ പഠിച്ചു എന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് ദ സോൾവെന്റ് ആൻഡ് ദ സൊല്യൂട്ട്, ആൻഡ് വിച്ച് കണ്ടെയ്ൻസ് ഓൺലി സ്മോളർ എമൗണ്ട് ഓഫ് ദ സൊല്യൂട്ട്, ഇറ്റ് ഈസ് കോൾഡ് ദ ഡൈല്യൂട്ട് സൊല്യൂഷൻ. ആൻഡ് ദ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് ദ ലാർജ് നമ്പർ ഓഫ് സൊല്യൂട്ട് ഈസ് കോൾഡ് ആസ് ദ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. ക്ലിയർ അല്ലേ? മക്കൾക്ക് ക്ലിയർ അല്ലേ? സൊല്യൂഷനെ കുറിച്ച് പഠിച്ചു നമ്മൾ. രണ്ട് ടൈപ്പ് ഓഫ് സൊല്യൂഷനെ കുറിച്ചും ഇവിടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മാസ് പെർസെന്റേജ് കാണാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സൊല്യൂട്ട് നമ്മൾ ഒരു സോൾവെന്റിനകത്തോട്ട് മിക്സ് ചെയ്യുന്നുണ്ട്, ഡിസോൾവ് ചെയ്യിക്കുന്നുണ്ട്. അത് എത്ര മിക്സ് ചെയ്തു എന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഒരു സോൾവെന്റിനകത്ത് നമ്മൾ എത്രത്തോളം സൊല്യൂട്ടിനെ ആഡ് ചെയ്തു, അതിനകത്ത് എത്ര സൊല്യൂട്ട് ഉണ്ട്, ഒരു സോൾവെന്റിനകത്ത് എത്ര സൊല്യൂട്ട് ഉണ്ട് എന്നത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതിനെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ദ മാസ് പെർസെന്റേജ്. ദാറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ദ മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ എ സൊല്യൂഷൻ ഇൻ പെർസെന്റേജില് എത്രമാത്രം മാസ് ഓഫ് സൊല്യൂട്ട് ഉണ്ട്, ഒരു സോൾവെന്റിനകത്ത് എത്ര മാസ് സൊല്യൂട്ട് ഉണ്ട് എന്നത് നമ്മൾ പെർസെന്റേജിൽ പറയുന്നതിനെയാണ് നമ്മുടെ മാസ് പെർസെന്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ദ എക്സ്പ്രസ് ദ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഇൻ ഗ്രാംസിലാണ് നമ്മൾ പറയുന്നത്. എത്ര ഗ്രാം ഓഫ് സൊല്യൂട്ട് ഉണ്ട് എവിടെ? പ്രസന്റ് ഇൻ ദ 100 gram ഓഫ് ദ സൊല്യൂഷൻ. 100 gram ഓഫ് സൊല്യൂഷനകത്ത് എത്ര ഗ്രാം ഓഫ് സൊല്യൂട്ട് ഉണ്ട് എന്ന് പറയുന്നത് പെർസെന്റേജിൽ പറയുന്നതിനെയാണ് നമ്മൾ ഇവിടെ മാസ് പെർസെന്റേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ മാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് we can calculated by the mass of the solute. എത്ര mass of solute is present in the mass of solution into 100. അതിനെയാണ് നമ്മുടെ mass percentage എന്ന് പറയുന്നത്.
ഓക്കെ, ഒരു സൊല്യൂഷന്റെ മാസ് പെർസെന്റേജ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, നമ്മൾ ഇവിടെ നോക്കൂ, ഒരു കോമൺ സോൾട്ട്, നമ്മുടെ ഉപ്പ്, കറിയുപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ വാട്ട് ഈസ് ദ കോൺസെൻട്രേഷൻ കാൽക്കുലേറ്റഡ് ഇൻ ടേംസ് ഓഫ് ദ മാസ് പെർസെന്റേജ് എന്നാണ് പറയുന്നത്. നമുക്ക് അറിയാവുന്നതാണ് നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്. മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, മാസ് പെർസെന്റേജ് എന്ന് പറയുന്ന പെർസെന്റേജ് നമ്മൾ എന്താ പറഞ്ഞ, മാസ് ഓഫ് സൊല്യൂഷൻ, മാസ് ഓഫ് solute divided by mass of solution, അല്ലെ, mass of solute divided by mass of solution into 100. അതാണ് നമ്മുടെ മാസ് പെർസെന്റേജ് എന്ന് പറയുന്നതിന്റെ ഫോർമുല എന്ന് പറയുന്നത്. അപ്പൊ മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടത്തെ സൊല്യൂട്ടിന്റെ മാസ് നമുക്കറിയാം എത്രയാണ്, 10 gram ആണ് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ 10 gram ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാസ് ഓഫ് സൊല്യൂഷൻ എത്രയാ, ഒരു സൊല്യൂഷനിൽ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കിയ മക്കളെ. ഒരു സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയത് എങ്ങനെയാണ്, 10 gram ഓഫ് കോമൺ സോൾട്ടും അതുപോലെ തന്നെ 90 gram ഓഫ് വാട്ടറും കൂടെ ചേർന്നാണ് നമ്മൾ എന്ത് ഉണ്ടാക്കിയത്, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയത്. അപ്പൊ ആ മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, 10 gram പ്ലസ് 90 gram ആണ് അല്ലെ. 10 gram പ്ലസ് 90 gram ആണ് മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് എത്രയാവും മക്കളെ, 100 ഡിവൈഡഡ് ബൈ 10 gram പ്ലസ് 90 gram 100 അല്ലെ. 10 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 എന്ന് വരും അല്ലെ. 0 cancel, so we will get the mass percentage as the 10%. അപ്പോ നമ്മുടെ NaCl എന്ന് പറയുന്ന കോമൺ സോൾട്ട് എന്ന് പറയുന്ന കമ്പോണന്റ് നമ്മൾ ഇത്ര ആഡ് ചെയ്തിട്ടുണ്ട്, 10% ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ കോമൺ സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സോൾട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്ന് നമുക്ക് ക്ലിയർ ആയില്ലേ. അപ്പോ നോക്കിയേ, മാസ് ഓഫ് ദ സൊല്യൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്, 10 gram ഓഫ് സോൾട്ട് ആണ് നമ്മൾ ആഡ് ചെയ്തത്. മാസ് ഓഫ് ദ സോൾവെന്റ് എന്ന് പറയുന്നത് എത്രയാ, 100 അല്ല അല്ലെ. എത്രയാണ് സോൾവെന്റിന്റെ മാസ് എന്ന് പറയുന്നത്, 90 അല്ലെ, 90 gram ആണ്. അപ്പോ മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ടും സോൾവെന്റും കൂടി ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, ഒരു സൊല്യൂഷൻ ഉണ്ടാവുന്നത്. 10 + 90 ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ സൊല്യൂഷൻ കിട്ടുന്നു, 100 gram കിട്ടുന്നു. മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാനായിട്ട് എന്താണ്, മാസ് ഓഫ് സൊല്യൂട്ട് ആയിട്ടുള്ള 10 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സൊല്യൂഷൻ ആയിട്ടുള്ള 100 gram കൂടെ ഡിവൈഡ് ചെയ്ത് പെർസെന്റേജ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 10%. So we can say that in a salt solution about 10% of NaCl is present എന്ന് നമുക്ക് ഇവിടെ പറയാം. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മാസ് ഓഫ് ദ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇവിടെ നോക്കിയേ, a solution is prepared by dissolving 2 gram of substances A in 18 gram of water. Calculate the mass percentage of the solution. അപ്പൊ നോക്കിയ മക്കളെ, മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസോൾവ് ചെയ്തിരിക്കുന്നത്, 8 gram ഓഫ് സബ്സ്റ്റൻസ് അല്ലെ, ഒരു 8 gram ഓഫ് സബ്സ്റ്റൻസ് A എന്ന് പറയുന്നതും അതുപോലെ തന്നെ അതിനകത്ത് 18 gram ഓഫ് വാട്ടറും ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ 2 gram ഈ 18 gram കൂടെ പ്ലസ് ചെയ്ത് കിട്ടുന്ന 20 gram ആണ്. ഇനി മാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് സൊല്യൂട്ട് ആയിട്ടുള്ള 2 gram ഡിവൈഡഡ് ബൈ സൊല്യൂഷന്റെ 20 gram ഇൻറ്റു 100 ആണ് അല്ലെ. 0 cancel, 2 cancel, so we will get the 10%. So we can say that the mass percentage of this solution is the 10% of the solute എന്ന് നമുക്ക് ഇവിടെ പറയാം. ക്ലിയർ ആണല്ലോ, മക്കൾക്ക് മനസ്സിലായല്ലോ ഇത്. ഓക്കെ, അപ്പോ ഈ നമുക്ക് പഠിക്കുന്നത്, അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സൊല്യൂഷനകത്തോട്ട് എന്തുണ്ട്, നമ്മുടെ സൊല്യൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് സൊല്യൂട്ട് വളരെ കുറവാണെങ്കിൽ അതിനെ ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്നും, സൊല്യൂട്ട് വളരെ കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നു എന്ന് നമ്മൾ പഠിച്ചു.
അല്ലെ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേറൊരു കാറ്റഗറിയാണ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ മക്കൾക്കൊക്കെ അറിയുന്നുണ്ടാവും അല്ലെ, ഒരു സാച്ചുറേഷൻ പോയിന്റ്. നമുക്കും ഉണ്ട് ഒരു സാച്ചുറേഷൻ പോയിന്റ്. മീൻസ് ഇങ്ങനെ കുറെ നേരം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കുറെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ കുറച്ച് നേരം നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് ഞാൻ പറയണ ഒന്നും മനസ്സിലാവില്ല അല്ലെ? എന്തുകൊണ്ട്? നിങ്ങളൊരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തി, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ തലയിലോട്ട് കേറില്ല എന്നുള്ള ഒരു ലെവലിൽ നിങ്ങൾ എത്തുന്നുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ? അമ്മ കുറെ അഡ്വൈസ് ചെയ്യുന്നുണ്ടാവും, കുറെയൊക്കെ കേട്ടിരിക്കും, പിന്നെ അതിൽ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, അമ്മയോട് പിന്നെ കുറച്ച് അങ്ങോട്ട് എന്തെങ്കിലും ഒക്കെ പറയാനായിട്ട് തുടങ്ങും അല്ലെ? കാരണം എന്താ, അതുവരെ നിങ്ങൾ ഒരു സാച്ചുറേഷൻ പോയിന്റിലായിരുന്നു, അതുവരെ നിങ്ങൾക്ക് ഓക്കെ ഇതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പോയിന്റ് കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല, നിങ്ങൾ ആകെ വയലന്റ് ആവും അല്ലെ? അതിനെയാണ് നമ്മളൊരു സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതുവരെ നമ്മൾ ഓക്കെ ആയിരിക്കും, ആ ഒരു ലെവൽ വരെ നമ്മൾ ഓക്കെ ആയിരിക്കും. അത് കഴിയുമ്പോൾ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടാത്ത ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. ആ ഒരു ഇതിനെയാണ്, ആ ഒരു അവസ്ഥേനെയാണ്, ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന ഒരു സൊല്യൂഷനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. നോക്കിയേ, ഈ സൊല്യൂഷൻ obtained by dissolving the maximum number of solute at a given temperature is called a saturated solution. നോക്കിയേ, നമ്മളൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബീക്കറിൽ കുറച്ച് വാട്ടർ എടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് നമ്മൾ കുറച്ച് സൊല്യൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നന്നായിട്ട് സ്റ്റിയർ ചെയ്യും. അങ്ങനെ സ്റ്റിയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ വരെ ഇത് എന്ത് ചെയ്യും, നന്നായിട്ട് ഡിസോൾവ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യില്ല, ഡിസോൾവ് ആവില്ല, അതിങ്ങനെ തന്നെ ക്രിസ്റ്റൽ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ എത്ര ഇളക്കിയാലും എന്ത് സംഭവിക്കില്ല, അത് അങ്ങോട്ട് ഡിസോൾവ് ആവുന്നുണ്ടാവില്ല, അത് അവിടെ കിടക്കുന്ന പാടെ അതങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, ആ ഒരു പോയിന്റ് കഴിഞ്ഞ് കുറെ ഇളക്കി ഡിസോൾവ് ചെയ്തു, കുറെ ഇട്ടു, കുറെ ഇളക്കി ഡിസോൾവ് ആയി, പിന്നെയും കുറെ ഇട്ടു, ഇളക്കി ഡിസോൾവ് ആയി. പിന്നെയും നമ്മൾ ഇടുമ്പോ എന്ത് സംഭവിക്കില്ല, അത് ഡിസോൾവ് ആവുന്നുണ്ടാവില്ല. കാരണം എന്താ, കഴിഞ്ഞു, അതിന്റെ ആ ഒരു ലിമിറ്റ് കഴിഞ്ഞു, അതിന്റെ ഒരു സാച്ചുറേഷൻ കഴിഞ്ഞു. പിന്നെ അവിടെ എന്തിട്ടാലും ഇത് എന്ത് ചെയ്യുന്നില്ല, കലങ്ങുന്നില്ല. മനസ്സിലായോ? അങ്ങനെ കിട്ടുന്ന ഒരു സൊല്യൂഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സാച്ചുറേറ്റഡ്. കഴിഞ്ഞു, ഇനി അതിനകത്ത് എന്തിട്ട് കലക്കിയാലും അത് കലങ്ങില്ല എന്നുള്ള ഒരു പോയിന്റിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ സൊല്യൂഷൻ എന്തായി, സാച്ചുറേറ്റഡ് ആയി. ഇനി അതിനോട്ട് കലക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല, അത് അങ്ങനെ തന്നെ കിടക്കും എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാം. ഓക്കെ, അതിനെയാണ് മക്കളെ നമ്മൾ എന്തെന്ന് പറയുന്നത്, സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു സൊല്യൂഷൻ obtained by dissolving the maximum amount of solute, ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ നമ്മൾ കുറേ സൊല്യൂട്ട് ഇട്ട് ഇളക്കി കൊണ്ടിരുന്നാൽ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കഴിയുമ്പോൾ, ഒരു പർട്ടിക്കുലർ ലെവൽ കഴിയുമ്പോൾ അവർ പിന്നെ അവിടെ ഡിസോൾവ് ആവുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള സൊല്യൂഷനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്താ, സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തിട്ടാലും അത് ഡിസോൾവ് ആവില്ല എന്നുള്ള അവസ്ഥയിലെത്തി. ഇവിടെ നോക്കിയാൽ അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സൊല്യൂഷൻ ഒബ്റ്റൈൻഡ് ബൈ ഡിസോൾവിംഗ് ലെസ് എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാൻ ദാറ്റ് റിക്വയർഡ് ടു മേക്ക് ദ സൊല്യൂഷൻ സാച്ചുറേറ്റഡ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് കോൾഡ് ആസ് ആൻ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇവിടെ നോക്കിയേ, നമ്മുടെ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിനകത്തോട്ട് നമ്മൾ കുറച്ച് സൊല്യൂട്ട്, അതായത് NH4Cl അമോണിയം ക്ലോറൈഡ് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു, പിന്നെയും സൊല്യൂട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാലും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസോൾവ് ആവുന്നുണ്ട്. അപ്പൊ അവിടെ എന്താണ്, ആ ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയിട്ടില്ല. നമ്മൾ എത്രത്തോളം ഇട്ട് കൊടുക്കുന്നു അത്രത്തോളം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസോൾവ് ആവുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയുള്ളത്, ആ സൊല്യൂഷൻ ആയിരിക്കും അൺസാച്ചുറേറ്റഡ് ആയിരിക്കും അല്ല. ഇട്ട് കൊടുക്കുന്നു അത്രത്തോളം തന്നെ അവരുടെ എന്ത് നടക്കുന്നു, ഡിസോൾവ് അല്ലെങ്കിൽ അവിടുത്തെ മിക്സർ നടക്കുന്നുണ്ട്. അതിനെ നമുക്ക് എന്ത് പറയാം, അവിടെ അത് അൺസാച്ചുറേറ്റഡ് ആണ്, അവിടെ സാച്ചുറേറ്റഡ് അല്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ ഒരു ടെമ്പറേച്ചർ എത്തുന്ന സമയത്ത്, ഒരു ലെവൽ എത്തുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു, ഫർദർ ഡിസോൾഷൻ നടക്കുന്നില്ല. അങ്ങനെയുള്ള അതിനെ നമുക്ക് എന്ത് പറയാം, അത് സാച്ചുറേറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാം.
ക്ലിയർ ആണോ? അപ്പോ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. എന്ത് പഠിച്ചു? സാച്ചുറേറ്റഡ് പഠിച്ചു, അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് പഠിച്ചു. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഇറ്റ് ഫർദർ നെവർ ഡിസോൾവ്സ്, അതിനെ നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they are dissolving in the further and further it is dissolving, it is not reached a particular saturated point. അങ്ങനെയുള്ളതിനെ നമുക്ക് അൺസാച്ചുറേറ്റഡ് എന്നും നമുക്ക് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എന്താണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ സൊല്യൂഷൻ വിച്ച് കണ്ടെയ്ൻസ് മോർ എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാൻ റിക്വയർഡ് ടു സാച്ചുറേറ്റ് ഇറ്റ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഈസ് കോൾഡ് എ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഒരു സൊല്യൂഷനകത്ത് നമ്പർ ഓഫ് സൊല്യൂട്ട് ഈസ് more than it at a to saturate it a particular temperature, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. നോക്കിയേ, മോർ റിസൾട്ട് അറ്റ് ദി ഹയർ ടെമ്പറേച്ചർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു സൊല്യൂട്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതിനെ നന്നായിട്ട് സ്റ്റിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവുന്നു. ഓക്കെ, നമ്മൾ ടെമ്പറേച്ചർ അവിടെ കൂട്ടുന്നതിനനുസരിച്ച് ഇതെന്ത് ചെയ്യുന്നു? കംപ്ലീറ്റ്ലി ഡിസോൾവ് ആവുന്നുണ്ട്. പക്ഷേ എന്ത് സംഭവിക്കുന്നു? ഓൺ കൂളിംഗ് അവരെ കൂൾ ചെയ്യിപ്പിച്ചാൽ ദി സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ക്രിസ്റ്റൽസ് ഓഫ് എക്സസ് സൊല്യൂട്ട് ആർ ഫോംഡ്. അവിടെ എന്താണോ ഈ സാച്ചുറേറ്റഡ് പോയിന്റ് കഴിഞ്ഞും ഇവരെന്താണോ അവിടെ ഡിസോൾവ് ആക്കിയത്, അത് പിന്നീട് കൂൾ ചെയ്യുമ്പോൾ അവര് തനി സ്വരൂപമായിട്ട് ഇവിടെ എന്ത് കാണിക്കുന്നു? അൺസാച്ചുറേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അൺഡിസോൾവ്ഡ് ആയിട്ട് ഈ സാധനം ഇവിടെ തിരിച്ചു വരുന്നു. മനസ്സിലായോ? അപ്പൊ നമ്മൾ വെറുതെ ഇതിനെ ഒന്ന് ഡിസോൾവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ടെമ്പറേച്ചർ ഒക്കെ കൊടുത്ത് അതിനെ ഡിസോൾവ് ആക്കി. പക്ഷെ കൂൾ ചെയ്യുമ്പോൾ ഇത് ആ ഒരു ടെമ്പറേച്ചർ വിട്ട് ഇതെന്താണോ ഡിസോൾവ് ആക്കിയത് അതൊക്കെ തിരിച്ച് എന്ത് ചെയ്യുന്നു? ക്രിസ്റ്റൽ ആയിട്ട് തന്നെ, തരിതരിയായിട്ട് തന്നെ ഇത് തിരിച്ച് അതിൻ്റെതായ ഫോമിലോട്ട് സൊല്യൂട്ട് തിരിച്ചു വരുന്നു. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 3 സൊല്യൂഷൻസ് പഠിച്ചു. ഏതാണ് പഠിച്ചത്? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ പഠിച്ചു, അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ പഠിച്ചു, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ പഠിച്ചു. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമ്മൾ കൊടുക്കുമ്പോൾ, ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യിക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു? ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ അത് ഡിസോൾവ് ആവുന്നു, അത് കഴിഞ്ഞ് അത് ഡിസോൾവ് ആവുന്നില്ല. അതിനെ നമ്മൾ സാച്ചുറേറ്റഡ് എന്ന് പറയുന്നു. ഇത് പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഫർദർ ആൻഡ് ഫർദർ അത് ഡിസോൾവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിനെ നമ്മൾ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നു. ഇങ്ങനെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലോട്ട് നമ്മൾ പിന്നെയും ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഫർദർ അതെന്ത് ചെയ്യുന്നു? ഡിസോൾവ് ആവുന്നുണ്ട്. പക്ഷെ ഓൺ കൂളിംഗ് അതിനെ കൂൾ ചെയ്യിക്കുമ്പോൾ ഇറ്റ് ഈസ് റിട്ടേണിംഗ് ബാക്ക്, അല്ലെങ്കിൽ ഇത് അൺഡിസോൾവ്ഡ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ 3 സൊല്യൂഷനെ കുറിച്ചാണ് പഠിച്ചത്. സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് എന്ന് പറയുന്ന 3 അതിനു മുന്നേ നമ്മൾ ഒരു സൊല്യൂഷനും കൂടെ പഠിച്ചു. ഏതാണ്? ഡൈല്യൂട്ട് സൊല്യൂഷനും അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും. ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷനകത്ത് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. ഒരു സൊല്യൂഷനകത്ത് സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നു. ഇതിനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ അത് ഡിസോൾവ് ആവുന്നു. ഫർദർ അത് ഡിസോൾവ് ആവുന്നില്ല എങ്കിൽ അത് സാച്ചുറേറ്റഡ് ആയി, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയി എന്ന് നമുക്ക് പറയാം. ഫർദർ ആൻഡ് ഫർദർ അത് ഡിസോൾവ് ആവുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. ഇനി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലോട്ട് നമ്മൾ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അത് ഫർദർ ഡിസോൾവ് ആവുന്നുണ്ട് എങ്കിൽ അത് ഫർദർ കൂളിംഗ് ചെയ്യുമ്പോൾ ഈ ഡിസോൾവ് ആയിട്ടുള്ള കമ്പോണൻസ് ഒക്കെ ബാക്ക് ടു അവരുടെ നോർമൽ അല്ലെങ്കിൽ അൺഡിസോൾവ്ഡ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. അതിനെ നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നും പറയുന്നു. ക്ലിയർ ആണല്ലോ മക്കൾക്ക്? ഡിഫറെന്റ് ടൈപ്സ് പറഞ്ഞത് ക്ലിയർ ആണല്ലോ? അപ്പോ നമ്മൾ പറഞ്ഞു ഈ സാധനം നമ്മൾ പറയുന്ന ഈ സൊല്യൂഷനിൽ ഉണ്ടായിരുന്ന സാധനം എന്ത് ചെയ്യുന്നു? കൂൾ ചെയ്യുന്ന സമയത്ത് ഇവരെന്തായിട്ട് മാറുന്നുണ്ട്?
അത് affects its solubility. അല്ലെ, this experiment beautifully demonstrates how a temperature affects solubility and leads to the formation of the crystals as a solution it cools. എങ്ങനെയാണ് ഒരു ടെമ്പറേച്ചർ നമ്മൾ എക്സ്റ്റേണലി ഒരു ടെമ്പറേച്ചർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു സൊല്യൂഷനില് സൊല്യൂട്ട് അല്ലെങ്കിൽ സോൾവെന്റില് സൊല്യൂട്ട് എങ്ങനെയാണ് ഡിസോൾവ് ആവുന്നത്, അതിന്റെ പ്രോപ്പർട്ടി അവിടെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് വേരിയന്റ് ആവുന്നത് എന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ അതെന്ത് ചെയ്യുന്നു, കൂൾ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഈസ് ഫോമിങ് എ ക്രിസ്റ്റൽസ്. അല്ലെ, സാച്ചുറേറ്റഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു സൊല്യൂഷനിൽ നമ്മൾ എക്സ്റ്റേണൽ ഒരു ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അത് ഫർദർ ഡിസോൾവ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനെ കൂൾ ചെയ്യുമ്പോൾ അതർ ഫർദർ അത് ക്രിസ്റ്റൽസ് ആയിട്ട് തന്നെ തിരിച്ച് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ സംഭവിക്കുന്നത് എന്താ, ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത് അല്ലെ. ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് അത് എങ്ങനെ ഒരു അവിടത്തെ ആ ഒരു സൊല്യൂട്ടിന്റെ ഡിസോൾവിനെ അവിടെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ അവിടെ എങ്ങനെയാണ് കൂൾ ചെയ്യുമ്പോൾ അവിടെ ക്രിസ്റ്റൽ ഫോർമേഷൻ നടക്കുന്നത് എന്നതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, എങ്ങനെയാണ് ഒരു സൊല്യൂട്ട് ക്രിസ്റ്റലൈസ് ചെയ്യുന്നത് എന്നുള്ളതും എങ്ങനെയാണ് ഒരു ക്രിസ്റ്റൽസ് ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് അവിടെ വേരി ചെയ്യുന്നത് എന്നുള്ളതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, എന്താണ് ഒരു സൊല്യൂട്ട് എന്ന് പറയുന്നത്, എന്താണ് ഒരു സോൾവെന്റ് എന്ന് പറയുന്നത്, എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഈ സൊല്യൂട്ടിനെയും സോൾവെന്റിന്റെയും ബേസിസിൽ നമ്മൾ എങ്ങനെയാണ് സൊല്യൂഷനെ ഡിവൈഡ് ചെയ്തത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ പഠിച്ചത് അല്ലെ. നമ്മൾ പഠിച്ചത് അപ്പൊ എന്തൊക്കെയായിരുന്നു, ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെ, ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു. എന്താ പഠിച്ചത്, അതിനകത്ത് എന്ത് കാണുന്നു, സൊല്യൂട്ട് കാണുന്നു, അതുപോലെ തന്നെ എന്ത് കാണുന്നു, സോൾവെന്റ് കാണുന്നു അല്ലെ. സൊല്യൂട്ടിനെ നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് ദ സൊല്യൂട്ട് ദ സൊല്യൂഷൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ദി ഡൈലൂട്ട് സൊല്യൂഷൻ ആൻഡ് ദി ഡൈലൂട്ട് സൊല്യൂഷൻ എന്നും പറയാം. അതുപോലെ തന്നെ ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നും നമുക്ക് പറയാം, കോൺസെൻട്രേറ്റഡ് അല്ലെ. അപ്പൊ സൊല്യൂട്ട് കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് എന്ന് പറയും. ലാർജർ ക്വാണ്ടിറ്റിയിലാണ് സൊല്യൂട്ട് കാണുന്നത് എങ്കിൽ അതിനെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നു. ലെസർ ക്വാണ്ടിറ്റിയിലാണ് കാണുന്നത് എങ്കിൽ അതിനെ നമ്മൾ ഡൈലൂട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, അതർ ടൈപ്പ് ഓഫ് സൊല്യൂഷനെ നമ്മൾ എങ്ങനെയായിരുന്നു പഠിച്ചത്, ഡിഫറെന്റ് ടൈപ്പ് എങ്ങനെയാ പഠിച്ചത്, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമ്മൾ പഠിച്ചു അല്ലെ, സാച്ചുറേറ്റഡ് സൊല്യൂഷൻ പഠിച്ചു. അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ എന്ത് പഠിച്ചു, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷനും പഠിച്ചു. അപ്പൊ മക്കളെ ഇത് ഓർത്ത് വെക്കുക, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ് മക്കളെ പറഞ്ഞത്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് സൊല്യൂട്ടും സോൾവെന്റും കാണപ്പെടുന്നു. സൊല്യൂട്ട് എത്രത്തോളം കാണുന്നു ഇല്ലെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസിനനുസരിച്ച് നമ്മൾ ഡൈലൂട്ട് സൊല്യൂഷൻ എന്നും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്നും പറയുന്നു എന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിന്റെ അതെങ്ങനെയാണ് അതിനകത്ത് ഡിസോസിയേറ്റ് ചെയ്യുന്നത്, ഡിസോൾവ് ചെയ്യുന്നത് എന്നതിനനുസരിച്ചും നമ്മൾ എന്ത് പറഞ്ഞു, സൊല്യൂട്ട് എങ്ങനെയാണ് ഒരു സോൾവെന്റിനകത്ത് ഡിസോൾവ് ചെയ്യുന്നത് എന്നതിന്റെ ബേസിസിൽ നമുക്ക് സൊല്യൂഷനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് സാച്ചുറേറ്റഡ്, അൺസാച്ചുറേറ്റഡ് ആൻഡ് സൂപ്പർ സാച്ചുറേറ്റഡ് എന്നും നമ്മൾ പഠിച്ചു. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ ഇറ്റ് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഒരു സൊല്യൂട്ട് ആ സോൾവെന്റില് കംപ്ലീറ്റ്ലി ഡിസോൾവ് ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ അത് ഡിസോൾവ് ആവുന്നുണ്ടാവില്ല. ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ സാച്ചുറേറ്റഡ്. ഫർദർ ഡിസോൾവ് ആവുന്നുണ്ട് എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, അൺസാച്ചുറേറ്റഡ് എന്ന് പറയാം. ഈ പറയുന്ന
ഡിസോൾവ് ചെയ്യുന്നതിൽ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്നതിൽ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ടെമ്പറേച്ചർ കൂടുമ്പോൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഫർദർ ഡിസോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷേ കൂൾ ചെയ്യുന്ന സമയത്ത് അത് തിരിച്ച് ഒരു ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. സൊല്യൂട്ട് ഫർദർ ക്രിസ്റ്റൽസ് ആയിട്ട് തന്നെ ഫോം ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്നും പറയുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇത് പറഞ്ഞ പോലെ തന്നെ എന്തായിരുന്നു, എങ്ങനെയാണ് ഒരു ടെമ്പറേച്ചർ ഈ പറയുന്ന സൊല്യൂട്ടിന്റെ ഡിസോൾവിനെ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഫർദർ കൂൾ ചെയ്യുന്ന സമയത്ത് അത് ഫോം ചെയ്യുന്ന വേറൊരു കോമ്പൗണ്ട് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ള കാര്യവുമാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പൊ മക്കൾ എന്തായാലും ഇതുവരെയുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി വരാം. എന്താണ് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻ രണ്ട് ബേസിസിൽ നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ദ നമ്പർ ഓഫ് ദ സൊല്യൂട്ട് എന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ഹൗ ദിസ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ്ഡ് ഇൻ ദ സോൾവെന്റ് എന്നതിന്റെ ബേസിസിലും മൂന്നായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തു. അത് എന്താണ് എന്നുള്ള കാര്യങ്ങളും മക്കള് ക്രിസ്റ്റൽ ക്ലിയർ ആക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം നമുക്ക്. അതുവരെ ബൈ.